ഫ്രോക്ക് നൈറ്റി അല്ലെങ്കിൽ നൈറ്റി ഫ്രോക്ക്. നെക്കൊക്കെ നോക്കിക്കേ, നാണമില്ല. കൈ ചുരിദാർ കുടുക്ക കൈയൊക്കെ. ഇനി അതിൻ്റെ കുറവൂടെ ഉള്ളായിരുന്നില്ലേ. നമുക്ക് ഇതാണ് ഞാൻ തയ്ക്കാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ലൈനിങ് ആണ്, ലൈനിങ് അല്ല, വര ഉള്ള തുണി. എന്നും പറയുന്ന പോലെ നൈറ്റി ബിറ്റാണ്. 290 ഉണ്ടിത്. അതുപോലെ തന്നെ 34 ഇഞ്ച് വീതി, 17 ഇഞ്ച് വീതിയാണ് മടക്കുമ്പോഴുള്ളത്. നമ്മളിതിനെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് നീളത്തിൽ 2ആയിട്ട് മടക്കിയാണ്. ഞാനതിനെ കംപ്ലീറ്റ് നിവർത്തിട്ട് ഇങ്ങനെ മറുവശം എടുക്കുക നമുക്ക് വരയ്ക്കാൻ വേണ്ടി. കംപ്ലീറ്റ്, അതായത് 290 മീറ്റർ തുണിയെ നീളത്തിൽ നമ്മൾ തുറന്നെടുത്തിട്ട് വീതിയിൽ മടക്കി, എന്നിട്ട് 2ആയിട്ട് മടക്കിയെടുത്തേക്കുക. എന്നിട്ട് നമുക്കത് വൃത്തിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിടാം. ഫുൾ തുണിയെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്കിത് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇത് കറക്റ്റ് സെയിം തന്നെ. ഇതാ ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഫ്രോക്ക് നൈറ്റി ഓർ നൈറ്റി ഫ്രോക്ക് കേട്ടല്ലോ. അപ്പോൾ ഒരു നൈറ്റി ഫ്രോക്ക് തയ്ക്കാനായിട്ട് എല്ലാവരും റെഡി ആയിക്കോ, ഒരു മടിയും വേണ്ട. ഇത് ശരീരത്തിൽ നിന്ന് എടുത്ത, അതായത് ബോഡിയിൽ നിന്ന് എടുത്ത 36 ചെസ്റ്റ് അളവുള്ള ആൾക്കാണ്. ഓർത്തോണേ, 36 ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്ന് എടുത്തത്. മാറിപ്പോയെന്ന് പറയരുത്. നെക്ക് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നൈറ്റി ഫ്രോക്കിന് കൂടുതലും എടുക്കുന്നത് ഈ വീനക്കാണ്. അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് വീനക്കാണേ. അത് 7 ഇഞ്ചാണ് ഡെപ്ത് എടുത്തേക്കുന്നത്. അത് വലിയ കൂടുതലില്ല. ഇട്ടപ്പം നിങ്ങൾ കണ്ടു കാണും, 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത്ര എടുക്കരുത് കേട്ടോ. 38 ചെസ്റ്റ് അളവൊക്കെ ഉണ്ട് എടുക്കാം. എന്നിട്ട് നമ്മളൊരു വി നെക്ക് ഞാൻ വി വരച്ചിട്ട് സ്വല്പം കൂടെ നീക്കി യു ഷേപ്പിലൂടെ കയറ്റി വരയ്ക്കുന്ന ഒരു ഡിസൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ. യു വി നെക്കെന്ന് ഞാൻ പേരിട്ടിട്ടുണ്ട് അതിന്. അങ്ങനത്തെ നെക്കാണ് ഇത്. ഞാൻ ചുമ്മാ വരച്ചതേ ഉള്ളൂ, എനിക്ക് ക്യാൻവാസ് വെക്കാൻ, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ബാക്ക് നെക്ക് നമ്മൾ 5.5 ഇഞ്ച് എടുത്ത് ഒരു യു ഷേപ്പിൽ അടയാളപ്പെടുത്തി. ഇനിയും ഇതിൻ്റെ ഷോൾഡർ എപ്പോഴും ഓർക്കുക, 36 നമ്മുടെ ചെസ്റ്റ് അളവ്. ഞാനിതിന് ഷോൾഡർ 6.25 എടുക്കുന്നുള്ളൂ. കാരണം 3.5 ഇഞ്ച് വീതിയിൽ കഴുത്ത് തുറന്നെടുത്തിട്ടുള്ളത് കൊണ്ട് 6.25 മതിയാവും. പക്ഷേ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് കൈ കുഴി എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ചും 6.25 ഷോൾഡറും. ഇനി നമുക്ക് ആ 7 ഇഞ്ചിൽ ഒരു ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ഞാനൊരു ചെസ്റ്റ് ലൈൻ വരച്ചു. ഇനി നിങ്ങൾ കണക്ക് കൂട്ടിക്കേ, 36 ചെസ്റ്റ് അളവാ. ബസ്റ്റ് അല്ല ഇവിടെ പറയുന്നത്, ചെസ്റ്റാ കേട്ടോ. അപ്പോൾ എത്ര കൂട്ടണം? 4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 40. 40ൻ്റെ 4 10 അടയാളപ്പെടുത്തി. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തു, മറന്നു പോകല്ലേ. ഇനി ഈ ആം ഹോൾ ഡെപ്തിൻ്റെ 7ൻ്റെ പകുതി 3.5 നിന്ന് നമ്മൾ ഈ 10ലേക്ക് ഒരു ആം ഹോൾ കേർവ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മളുടെ വേസ്റ്റ്, നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് 14.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. അവിടെ നിന്ന് 32 32ൻ്റെ 2ഉം 34ൻ്റെ 4 8.5 അടയാളപ്പെടുത്തി. ഒരു 1.5 സീം അലവൻസും കൊടുത്തു. ഇനി നമ്മൾ ഹിപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ലിറ്റ് എന്ന് പറയുന്ന 21 നമ്മൾ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അവിടെ വേണ്ടത് 38 38ൻ്റെ 2 40ൻ്റെ 4 10 കൊടുത്തു കേട്ടോ. പിന്നെ സീം 1.5. ഇനി ഞാൻ ആ മേൽവശം മടക്കി വെച്ചിട്ട് താഴ്ഭാഗം നിങ്ങളെ കാണിക്കാം. താഴ്ഭാഗത്തോട്ട് നമുക്ക് എന്തേരം ഇറക്കം വേണം എന്നുള്ളത്. ഇറക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ മൊത്തം 47 ഇഞ്ച് ഇറക്കം വേണം എനിക്ക്. അപ്പോൾ ഈ ബോഡി പാർട്ട് ഞാൻ 38 എടുക്കും. അപ്പോൾ പിന്നെ ബാക്കി എത്ര മതി? 9 കിട്ടിയാൽ മതി കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്ന നീളം 38. നിങ്ങൾ ഇച്ചിരി ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ 36 മതി കേട്ടോ. ഇത് ഹൈറ്റുള്ള എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഈ തയ്ക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് വേണ്ടിയല്ല, കൊച്ചിന് വേണ്ടി തയ്ക്കുന്നത്. അതാ ചെസ്റ്റ് അളവ് 36 പറഞ്ഞത്. അപ്പം ആ 38 നമ്മൾ രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത്രയും നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട തുണിയാണെന്ന് ഓർക്കണം. അങ്ങനെ കട്ട് ചെയ്ത് അത്രയും ഭാഗം നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ ലൈൻ ചുരിദാർ തയ്ക്കുമ്പോൾ താഴ്ഭാഗം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഈ ഓപ്പൺ ആയ സൈഡിൽ നമ്മളൊരു 1.5 ഇഞ്ച് കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഇതും കട്ട് ചെയ്ത് കളയാം. ഇത് കോട്ടൺ തുണിയാണ് എങ്കിലും നമ്മൾ കട്ട് ചെയ്ത് കളയണം. ജോർജറ്റൊക്കെ ആണെങ്കിൽ 1.5 എന്നുള്ളത് 2 2.5 വരെ എടുത്ത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഷേപ്പിൽ ഇതിങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ പരിപാടി. പഠിച്ചോ? നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹിപ്പിൻ്റെ അവിടുന്ന് നമുക്ക് ഈ താഴോട്ട് ഇങ്ങനെ ചേർത്ത് വരയ്ക്കാം. കണ്ടോ? ഒരുവിധം ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് ബാക്കി ഫുൾ കിടന്നോട്ടെ, വീതി കിടന്നോട്ടെ. നമുക്ക് പിടുത്തമൊന്നും വരരുത്, നല്ല
ലൂസായിട്ട് കിടക്കട്ടെ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. സംശയമൊന്നുമില്ലല്ലോ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഞാൻ അത്രയും കട്ട് ചെയ്ത് മാറ്റി. ബാക്കും ഫ്രണ്ടും വേർതിരിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് ആ നെക്കിൻ്റെ അവിടെ നിന്ന് നെക്ക് ഇപ്പം വെട്ടുന്നില്ല, അവിടെ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ബാക്ക് നെക്ക് ഞാൻ ഇപ്പോഴും തന്നെ ഫ്രണ്ടിൽ അടയാളപ്പെടുത്തി വെച്ചതേ ഉള്ളൂ. ബാക്ക് നെക്ക് ഒന്നും അടയാളപ്പെടുത്തട്ടെ. ബാക്ക് നെക്ക് എത്ര വേണ്ടേ? 3.5 അല്ലേ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് ഇത് വരച്ച് കാണിച്ചിട്ട് പറയാവേ. 5.5 എടുക്കുന്നു ഇറക്കം. 5 ഇവിടുന്ന് നമ്മൾ 3.5 കൊടുത്തിട്ട് നമുക്കൊരു യു നെക്ക് വരച്ചു. ഇത്രയും മനസ്സിലായോ? യു ഷേപ്പ്. പക്ഷേ ഫ്രണ്ട് നെക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്യാൻവാസിൽ വരയ്ക്കാൻ ചെയ്യാനാണ്. ക്യാൻവാസ് ചെയ്യുമ്പോൾ 3.5 എടുത്താൽ 3.5 കറക്റ്റായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ തുണി വെച്ച് സാധാരണ ക്രോസ് വെച്ച് തിരിച്ചടിക്കുകയല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3.5 എടുക്കാൻ പാടില്ല, 3.25 ആകും. അതുകൊണ്ട് ഞാനൊരു 4 ഇഞ്ച് ഗ്യാപ്പിൽ അവിടെ ആ നെക്ക് ഒന്നും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. അത് മറക്കല്ലേ. അപ്പം 3.25 അവിടെ വരാവൂ. അപ്പുറത്ത് നമ്മൾ 3.5 തന്നെ എടുത്തു. 3.5 എടുത്താൽ എന്നാ പറ്റും? ഇവിടുന്ന് വീണ്ടും തയ്ച്ച് നമുക്ക് ആ 4 ഇഞ്ചോട് നഷ്ടപ്പെടും. ഒരു 4 ഇഞ്ച് സ്ലോപ്പും കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്ക് പാർട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ എന്നാ മാറ്റം വരുത്താനുള്ളത്? നെക്ക് കട്ട് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. നെക്ക് നമുക്ക് ക്യാൻവാസ് നെക്കിനാണ്. ഇവിടെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് 1/2 ഇഞ്ച് ഇങ്ങനെ കണ്ടോ ഞാൻ വരയ്ക്കുന്നത്, അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കൂട്ടിമുട്ടിക്കാം. എന്നിട്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കാം. സ്ലോപ്പ് ഇവിടെയും ഒരു 4 ഇഞ്ച് കൊടുത്തു, അത് വെട്ടിമാറ്റി. ഇനി നമുക്ക് ബാക്കിയുള്ള ആകെ തുണി ഇത്രയുണ്ട്. ആ തുണിയെ എത്രയുണ്ടോ അതിനെ നമ്മൾ 2ആയിട്ട് മടക്കി കട്ട് ചെയ്യും. 19.5 ഉണ്ട് കേട്ടോ. 10 തികച്ചെടുക്കാനില്ല, 19.5 ഉണ്ട്. ഇപ്പോൾ 9.25 അത് മതി, നമുക്ക് സാരമില്ല. അപ്പം അത് വെച്ച് നമ്മളിതിനെ നേർപകുതിയായിട്ട് കട്ട് ചെയ്യുന്നു. എത്രയുണ്ടോ അതിനെ ഫുൾ നേർപകുതി കട്ട് ചെയ്യുന്നു. നമുക്ക് അത് കറക്റ്റ് നോക്കി ഒന്ന് മെഷർ ചെയ്തിട്ട് നടുക്കൂടെ കട്ട് ചെയ്തെടുക്കാം. എങ്കോണിപ്പൊക്കെ വല്ലതും ഉണ്ടോ എന്ന് നോക്കണേ, നോക്കിയിട്ടേ ചെയ്യാവൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അളന്ന് നോക്കി കൃത്യമായിട്ട് വരച്ചിട്ട് ചെയ്യണം. വരച്ച് ചെയ്യുന്ന കറക്റ്റ്. അങ്ങനെ നമ്മളിതിനെ നമുക്ക് എത്ര പീസുണ്ട്? 4 പീസുണ്ട്. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ 4 പീസ് നമുക്ക് നമ്മുടെ നൈറ്റിയുടെ അടിയിൽ വെക്കുന്ന ഫ്രില്ലാണ്. ഇനി നമുക്ക് ഇതാണ് മിച്ചമുള്ള തുണി ആകെ. ഈ തുണിയിൽ നിന്ന് എന്തെടുക്കണം? സ്ലീവ് എടുക്കണം. സ്ലീവ് എടുക്കുന്നത് നോക്കിക്കോണേ. ഇത് 2 പീസുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നോട് ചേർന്നിരിക്കുന്ന ആ ഭാഗം കരയാണ്, തേര് ഭാഗമാണ്. അപ്പോൾ ആ തേര് ഭാഗം നമുക്ക് വേണമെങ്കിൽ മടക്കി അടിക്കാം, മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇലാസ്റ്റിക് വെച്ചുള്ള കുടുക്കക്കൈക്കാണ് പ്ലാന്. ഇലാസ്റ്റിക് വെച്ച് കുടുക്കക്കൈ. ഇപ്പം ഞാൻ ഈ അളക്കുന്നിടത്ത് എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയാവോ? 4.5 ഉണ്ട്. അപ്പം നമുക്ക് 4.5 അല്ല 5.5. നമുക്ക് ഒരു 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് കൂട്ടിയാൽ എത്ര വരും? 5 3 8.5 വരെ നമുക്ക് എടുക്കത്തില്ലേ? ഈ സ്ലീവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 8.5 വരെ എടുക്കാം. ഇനി വീതി എത്രയാണ് ശരിക്കും വേണ്ടത്? 36 ചെസ്റ്റ് അളവുണ്ടെങ്കിൽ 36/4 9 അല്ലെ 9.5 മതി. ഞാൻ കുടുക്കക്കൈക്കായതുകൊണ്ട് വീതി ഒരു 13 14 ഉണ്ട്. 14 എടുത്തേക്കാം അല്ലേ? 14 ഉണ്ട്. നമുക്ക് അത്രയും എടുത്തേക്കാം. 14 15 നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോ. നല്ല മുഴുത്തൊരു കുടുക്കക്കൈ അങ്ങിരിക്കട്ടെ. അപ്പോൾ ഇത്രയും വീതി, ഒരു 15ഓളം വീതി ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഒന്നുകൂടെ നോക്കിക്കേ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഒരു 4-5 ഇഞ്ച് എനിക്ക് ഞുറിവ് വരാനുള്ളതാണ്. അപ്പം നമ്മൾ ആ ക്യാപ്പ് ഹൈറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് വരച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി കൂട്ടിച്ചേർക്കാം. ഇവിടെ ഒന്നുകൂടെ അളന്ന് നോക്കട്ടെ. ഇത്രയും തന്നെ മതിയല്ലോ. ഇവിടെ കൂടുതൽ വേണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഇത്രയും കൂടെ വെട്ടിക്കളയാം. നമുക്ക് വെട്ടിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഞുറിവ് ഇങ്ങനെ വരും. ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ഭാഗം മുഴുവൻ ഞുറിവായിട്ട് വരും. എന്നിട്ട് നമുക്ക് അടിയിൽ ഇലാസ്റ്റിക്കും വെക്കാം. കട്ട് ചെയ്തിട്ട് കാണിക്കാവേ. ഇപ്പം കൈയൊക്കെ കട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ഒരു കുടുക്കക്കൈ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാവേ. കണ്ടോ, ഇങ്ങനെ ഞുറിവ് വരും. ഇത്രയും ഭാഗം ഞുറിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇച്ചിരി താഴ്ത്തി വെട്ടാം അല്ലേ? ഈ ഷേപ്പിൻ്റെ ഇവിടുന്ന് ഒരു സ്വല്പം കൂടെ നമുക്ക് താഴ്ത്തി വെട്ടാം. തയ്ക്കുന്ന സമയത്ത് വെട്ടിക്കളഞ്ഞാൽ മതിയേ. ഇതാണ് നമ്മുടെ 4 പീസ് ഇരിക്കുന്നത്. നമ്മൾ ഫ്രില്ല് പിടിപ്പിക്കാനുള്ള 4 പീസ്. ഇതിലേതെങ്കിലും ഒരു പീസിൻ്റെ ഇത്രയും, വേറെ നമുക്ക് കട്ട് പീസ് ഇല്ലല്ലോ, ഇത്രയും ഭാഗം ഞാൻ എടുക്കും. എന്തിനാണെന്നറിയാവോ?
എനിക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ച് തിരിച്ചടിക്കാൻ കേട്ടോ. അതിന് തിരിച്ച് തയ്ക്കാൻ സാധാരണ പോലെ ക്യാൻവാസ് വെച്ച് അകത്തോട്ടല്ല, ഇത് പുറത്തോട്ടാണ് തയ്ക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയൽ എടുക്കുക, നൈറ്റി ഫ്രോക്ക് തയ്ക്കാനായിട്ട് റെഡി ആയിക്കോ. സ്റ്റിച്ചിങ് വീഡിയോ തൊട്ട് പുറകെ ഇടാം. വേണമെങ്കിൽ പറയണേ.